പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ ഒരു പ്രദേശമാണിത്. ഒരു 3-4 കുടുംബം താമസിക്കുന്ന ഒരു ഭാഗമാണ്. ഈ പ്രദേശത്തേക്ക് വാട്ടർ കണക്ഷൻ്റെ ബില്ല് മേടിക്കാനോ കറണ്ട് ചാർജിൻ്റെ ബില്ല് അടയ്ക്കാനോ ഒന്നും ഉദ്യോഗസ്ഥന്മാർ വരാറില്ല. കാരണം എന്താണെന്ന് അറിയണ്ടേ? ആ കാരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മനുഷ്യനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നുള്ളൊരു പരിഗണന പോലും ഈ വാർഡിലെ മെമ്പർ ഉൾപ്പെടെയുള്ള പഞ്ചായത്ത് ഭരണ സമിതി കാണിക്കുന്നില്ലെങ്കിൽ അവർ മനുഷ്യരല്ലാത്തതുകൊണ്ടാണ്. ഇത് ഏതെങ്കിലും കാടുള്ള ജില്ലയൊന്നുമല്ല കേട്ടോ. ഇത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ 4-ാം വാർഡാണ്. 4-ാം വാർഡിലെ ഒരു വഴിയാണ് ഈ കാണുന്ന കുളവും കുഴിയോ എന്ത് വേണം ഇതിനെ പറയാൻ. മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഈ പ്രദേശമുള്ളത്. ഇത് വഴിയെന്ന് തന്നെയാണ് ഇതിനെ പറയുന്നത്. പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലൊക്കെ ഇത് വഴിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജില്ലയിലെന്നല്ല പരിസര ജില്ലയിൽ പോലും ഇത്തരത്തിലും വൃത്തികെട്ടൊരു വഴി വേറെ കാണുവാൻ വഴിയില്ല. കുറേ നാളായിട്ട് കൃഷ്ണകുമാർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹം വിളിക്കുന്നുണ്ട് ഞങ്ങളുടെ വഴിയൊന്ന് കാണാൻ വരുമോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ ഓർത്തിടാ എന്താണ് ഇതിനും വലിയ വഴി കാര്യം എന്തോ, ഞങ്ങൾ കൈതാവന വാർഡിൽ അതിലും വലിയ ചള്ളക്കുഴിയിലാണ് കിടക്കുന്നത്, അതിലും വലിയ കാര്യമൊന്നും ഞാൻ ഓർത്തു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം പോകേണ്ട വഴിയാണ് ഇത്. ഈ വഴിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. ഇച്ചിരി വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട് ഈ ഭാഗത്ത്, അതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ തിരിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോകുന്ന വഴിയാണ്. നമസ്കാരം. 2022 പുന്നപ്ര വടക്ക് പഞ്ചായത്ത് 4-ാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുത്തി നമുക്ക് ടൈൽസ് ഇട്ട റോഡ് അനുവദിച്ച വഴിയാണിത്. ആസ്തി രജിസ്ട്രേഷൻ പ്ലാപ്പള്ളി കടവ് തൊട്ട് ദാമോദരം വസതി മുതൽ പുളിമ്പഴിഞ്ഞി ചിറവരെയുള്ള റോഡെന്നാണ് ഇത് പഞ്ചായത്ത് രജിസ്റ്ററിൽ ഇതിൻ്റെ പേര്. ഈ റോഡ് അനുവദിച്ച നിലവിൽ കിടപ്പ് രോഗികളുണ്ട്. എൻ്റെ വൈഫിൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റായിട്ട് സർജറി സഹകരണ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് ഇവിടെ ആയിരുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മ കിടപ്പ് രോഗിയാണ്. ഞങ്ങൾ കസേരയിൽ എടുത്തുകൊണ്ടാണ് ഈ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2 പൊടി കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന വഴി കൂടെയാണ് മലമ്പാമ്പ് രാത്രി എഴഞ്ഞു വരുന്നത്. എൻ്റെ ബൈക്കിൻ്റെ ഫുട് റെസ്റ്റിൽ ഇവിടെ വന്ന് സംഭവം മുട്ടിയിട്ടുണ്ട്. ഉടുമ്പ്, എൻ്റെ നീളമുള്ള ഉടുമ്പാണ് ഈ കാട്ടിനകത്തുള്ളത്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു കാണമെങ്കിലും ഇവിടെ കെട്ടിത്തരാൻ മനസാക്ഷി കാണിക്കാത്ത പുന്നപ്ര വടക്ക് പഞ്ചായത്ത് അധികാരികളുടെ കണ്ണു തുറക്കാനാണ് ഞങ്ങൾ ഈ പറയുന്നത്. കാരണം ഇനി ഞങ്ങൾക്ക് മുട്ടാൻ വാതിലില്ല. മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിൻ്റെ ഓഫീസുകൾ മുഴുവൻ കയറി ഇറങ്ങി ഒരു കെട്ട് പരാതികൾ എൻ്റെ വീടിൻ്റെ ഫയലിനകത്ത് ഇരിപ്പുണ്ട്. ഇത് ജനങ്ങൾ കാണണം, പൊതുജനങ്ങൾ അറിയണം. അതിനാണ് നമ്മൾ ഈ വീഡിയോ എല്ലാവരും നമ്മൾ അധികാരികളുടെ കണ്ണ് തുറക്കട്ടെ. ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ മനസാക്ഷിയുള്ളവർ ഉണ്ടെങ്കിൽ, ഇനി ബാക്കിയുണ്ടെങ്കിൽ, നന്മ അല്പമെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദുരിതത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു തരണമെന്നുള്ള ഒരു അപേക്ഷ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പഞ്ചായത്തിലും മെമ്പറിനെയും കണ്ട് നമ്മൾ ഈ തോട് ഒന്ന് കാണുമെങ്കിലും ഇട്ടുതരാൻ പറഞ്ഞാൽ അവർക്ക് ഫണ്ടില്ല, മെമ്പർക്ക് പ്ലാൻ ഫണ്ടില്ല. ഈ മെമ്പർ എന്ന് പറഞ്ഞാൽ 4 കുടുംബക്കാർക്ക് അവർക്ക് വഴി ഇട്ടുതരാൻ പറ്റത്തില്ലെന്നാ പറയുന്നത്. കുട്ടികളെ ഞാൻ ഈ ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് ഉടുമ്പ്, മലമ്പാമ്പ്, സർവ്വ വന്യജീവികളും ഉണ്ട്. മൂർക്കൻ, അടക്ക എല്ലാം ഉണ്ട്. നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ ഇത് വല്ലതും നമ്മളെ മേളിൽ നിന്നാണെങ്കിലും മുതുകത്ത് വീണ അറിയുമോ? ഇതൊക്കെ ഒരാൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ UKGയിലും ഒരാൾ പഠിക്കുന്നത് 5-ാം ക്ലാസ്സിലുമാണ്. തിരുവമ്പാടി UP സ്കൂളിൽ. ഈ വെള്ളം അണ്ടിട്ട് ഈ തോട്ടിൽ തങ്ങി നിന്നിട്ട് വെള്ളം പോകാതിരിക്കും. നമ്മുടെ നെഞ്ചൊപ്പം വെള്ളം കാണും. ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ എടുത്തുകൊണ്ട് വയ്യാത്തവരെ പൊക്കിക്കൊണ്ടും ഒക്കെയാണ് പോകുന്നത്. വയ്യാതെ വന്നിട്ട് ഒരു ആംബുലൻസ് വിളിക്കാൻ പോലും ഇതിലെ വരാൻ പറ്റും. അത് പോട്ടെ, കറണ്ട് ബില്ല് വരത്തില്ല, ഗ്യാസ് വരത്തില്ല, പൈപ്പിന്റെ വാട്ടർ ബില്ല് നോക്കാൻ വരത്തില്ല, അവർ ഈ ചെള്ള പിടിച്ച് വരത്തില്ല. കറണ്ട് ബില്ല് നോക്കാൻ വരാതെ വന്ന് 3 മാസം കൊണ്ട് അവർ വരാതിരുന്നിട്ട് ഞാൻ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് അടയ്ക്കുമായിരുന്നു.